വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സിബിഐക്ക് വിട്ടെങ്കിലും ഇതുവരെ സിബിഐ സംഘം അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. അതിനാൽ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. ഫോണുകളുടെ ഫോറൻസിക് പരിശോധന, കൊലപാതക സാധ്യത പരിശോധിക്കാനുള്ള സെലോഫൈൻ ടെസ്റ്റ് എന്നിവയ്ക്കും അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ സിബിഐ സംഘം കേസന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് അടച്ചിട്ട പൂക്കോട് വെറ്റിനറി കോളേജിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. ക്യാമ്പസിൽ സുരക്ഷ ശക്തമാക്കുന്നതിനായി കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. ഇതിനകം 5 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നതായി യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെയുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞ 4-നാണ് കോളേജ് അടച്ചത്. എങ്കിലും ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച മുതൽ ക്യാമ്പസിൽ തന്നെ ക്ലാസുകൾ തുടങ്ങി. പെൺകുട്ടികളെല്ലാവരും ക്ലാസുകളിലെത്തി. ആൺകുട്ടികളിൽ ഭൂരിഭാഗവും സസ്പെൻഷനിൽ തുടരുകയാണ്. സസ്പെൻഷൻ പൂർത്തിയായതിനു ശേഷമായിരിക്കും ആൺകുട്ടികൾക്ക് ക്ലാസുകളിൽ പ്രവേശിക്കാനാവുക. പലർക്കും പല കാലയളവിലേക്കാണ് സസ്പെൻഷൻ. ആന്റി റാഗിംഗ് സമിതിയുടെ ശുപാർശകൾക്കനുസരിച്ചായിരിക്കും ഈ വിദ്യാർത്ഥികളെ വീണ്ടും ക്ലാസുകളിൽ പ്രവേശിക്കുക. ക്യാമ്പസിൽ സമയനിയന്ത്രണം ഏർപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി കോളേജ് ഹോസ്റ്റലിലെ പാചകക്കാരൻ നടത്തിയിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മൊഴി പുറത്തു വരുന്നത്. തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥന്റെ മൃതദേഹം താഴെ ഇറക്കി കൊണ്ടുപോകാൻ സഹായിച്ചവരിൽ ഒരാളായിരുന്നു ജെയിംസ്. താഴെ ഇറക്കും മുൻപ് സിദ്ധാർത്ഥൻ മരിച്ചിരുന്നുവെന്ന് ജെയിംസ് വ്യക്തമാക്കുന്നു. ഒരു സ്വകാര്യ മാധ്യമത്തോടാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സിദ്ധാർത്ഥനെ മർദ്ദിച്ചവരാണ് മൃതദേഹം എടുക്കാൻ കൂടെ ഉണ്ടായിരുന്നത്. മൃതദേഹം താഴെ ഇറക്കുമ്പോൾ ഡീൻ സമീപത്തുണ്ടായിരുന്നു. ഡീനിന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം നടന്നത്. ശരീരം തണുത്തുറഞ്ഞ നിലയിലായിരുന്നു. മരണം ഉറപ്പിച്ച ശേഷമാണ് മൃതദേഹം താഴെ ഇറക്കിയതെന്ന് ജെയിംസ് വെളിപ്പെടുത്തി. സിദ്ധാർത്ഥൻ തൂങ്ങി നിന്ന തുണി അറക്കാൻ സഹായിച്ചിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് കുട്ടികൾ പറഞ്ഞത് കേട്ടാണ് ഓടിയെത്തിയത്. ചുറ്റും കൂടുതൽ ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥനെ മർദ്ദിച്ച പ്രതികളായിരുന്നു. പോലീസിനെ അറിയിക്കാത്തതിനെ കുറിച്ച് തനിക്കറിയില്ല. പോലീസ് പറഞ്ഞതനുസരിച്ചാണ് മൃതദേഹം മാറ്റുന്നതെന്നാണ് പറഞ്ഞത്. മരിച്ചു എന്ന വിവരം കിട്ടിയ ശേഷമാണ് ബാത്റൂമിലേക്ക് പോയത്. മരിക്കുന്നതിന് മുൻപ് മർദ്ദനം നടന്നു എന്നറിഞ്ഞിരുന്നു. പക്ഷേ മർദ്ദനം നടന്ന രാത്രി വീട്ടിൽ പോയിരുന്നുവെന്നും ജെയിംസ് വ്യക്തമാക്കി.